ഇന്ത്യക്ക് ഈ യുദ്ധം എങ്ങനെയൊക്കെ തിരിച്ചടിയാകുന്നുണ്ട് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോകുന്നത് ഇന്ത്യയെ ഗുരുതരമായി തന്നെ ബാധിക്കും. ട്രംപ് ഇപ്പോൾ പറയുന്ന സമയപരിധി എന്ന് പറയുന്നത് ഏതാണ്ട് 1 മാസത്തോളം ഈ യുദ്ധം നീളും എന്നുള്ള സാഹചര്യമാണ്. അത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയെ ബാധിക്കാൻ പോവുകയാണ്. എണ്ണ വില വർധനവിനൊപ്പം രാജ്യത്തെ കയറ്റുമതിയെയും സംഘർഷം ഗുരുതര പ്രതിസന്ധിയിലാക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു ലോകം. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണവും ആശങ്കാജനകവുമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശനം പൂർത്തിയാക്കിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഇതൊരു യുദ്ധമായി തന്നെ മാറുന്നത്. ചർച്ചകളിലൂടെയും സമാധാനപരമായ പരിഹാരങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് ഇന്ത്യ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഇത് ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് ഈ പ്രശ്ന പരിഹാരത്തിനുള്ള നടപടികൾ ഇന്ത്യയെ സംബന്ധിച്ച് മുന്നോട്ട് വെക്കേണ്ടി വരുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് നമ്മളെ ഒരു തരത്തിലും ഇത് ബാധിക്കില്ല എന്ന് അഭിപ്രായപ്പെടുന്നവരൊക്കെ സമൂഹ മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് താഴെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ മോശമായി തന്നെ ലോകത്തെ ആകെ ഈ യുദ്ധം ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഗൾഫ് മേഖലയെ ആകെ ഇത് ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അവിടങ്ങളിലുള്ള പ്രവാസികളെ ഇത് നേരിട്ട് ബാധിക്കും. അത് നമ്മളുടെ ഓരോ കുടുംബങ്ങളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ആശങ്കകൾ മാറുകയാണ്. അതിനു പുറമെ എണ്ണവില വർദ്ധിക്കും, സർവ്വസാധനങ്ങൾക്കും വില കൂടുന്ന സാഹചര്യമുണ്ടാകും, കയറ്റുമതിയെ ബാധിക്കും, സാമ്പത്തിക മേഖലയെ ആകെ ബാധിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. ഇതിൽ ഞങ്ങളുടെ പ്രതിനിധി അജയ് സുധ ബിജു തയ്യാറാക്കിയ ഒരു എക്സ്പ്ലെയിനർ കൂടി കാണാം. പ്രധാനമായിട്ടും ഈ ഹോർമുസ് കടലെടുക്ക് അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഈ പ്രവാസികളെ സംബന്ധിച്ച ഒരു ഇഷ്യൂ അത് ഇന്ത്യ ആദ്യം മുതൽ തന്നെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഈ പ്രവാസികളെ സംബന്ധിച്ച് ആശങ്കയിലല്ലാതെ ഇന്ത്യയെ ഒരു ദീർഘകാലത്തേക്ക് സാമ്പത്തികമായി ഒരു പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിൽ നടക്കുന്ന സംഘർഷങ്ങൾ. പ്രത്യേകിച്ച് ഹോർമുസ് കടലെടുക്കിൽ നടക്കുന്ന ആക്രമണങ്ങൾ. ഹോർമുസ് കടലെടുക്കിലുള്ള ഒരു സംഭവം അത് നമ്മൾ ഇന്നലെ അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിരുന്നു. അതായത് ഇതുവഴിയുള്ള ഒരു കപ്പൽ ഗതാഗതം നിലച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്കുള്ള ഒരു സാധനങ്ങളുടെ എക്സ്പോർട്ടിനെയും ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇമ്പോർട്ടിനെയും അത് സാരമായി തന്നെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഇതിൻ്റെ ഒരു പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഹോർമുസ് കടലെടുക്കിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുന്ന ഒരു സാധനങ്ങൾ അതിൽ ഏറ്റവും പ്രധാനം എണ്ണ തന്നെയാണ്. എണ്ണ ഒരു വലിയ ഒരു വിഭാഗമായിട്ടുള്ള സാധനങ്ങളാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത എണ്ണയുടെ ഏതാണ്ട് 50% ഈ ഹോർമുസ് കടലെടുക്ക് വഴിയാണ് വന്നിട്ടുള്ളത്. ഈ അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി അത് ഒരു അസാമാന്യമായി ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കാനും അത് ഇന്ത്യയിലുള്ള പെട്രോളിയം വസ്തുക്കൾക്കുള്ള വിലയിൽ ഉൾപ്പെടെ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെയുള്ള സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 10% വർധനവാണ് ആഗോളതലത്തിൽ തന്നെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായത്. പക്ഷേ ഇന്ത്യയിൽ നിലവിൽ വില ഇന്ത്യയിൽ അത് പ്രതിഫലിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ അനിയന്ത്രിതമായി കൂടുതൽ ഈ വിലവർധനവ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നമ്മുടെ രാജ്യത്തെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസമെല്ലാം ഞായറാഴ്ചയായിരുന്നു, ഈ മാർക്കറ്റ് തുറന്നിരുന്നില്ല. ഇന്ന് വീണ്ടും ഈ മാർക്കറ്റ് തുറന്ന ഘട്ടത്തിൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി നാളെ രാവിലെയൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കാണാൻ സാധിച്ചേക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള ഒരു കയറ്റുമതിയെയും ഇത് വലിയ തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കയറ്റുമതി നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും ഈ അരി ഉൽപ്പന്നങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ബസുമതി അരിയുടെ കയറ്റുമതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അരി അത് വലിയ രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബസുമതി അരിയുടെ 25% കയറ്റുമതി ചെയ്യുന്നത് ഇറാനിലേക്കാണ്. അതുപോലെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇത്തരത്തിൽ കയറ്റുമതി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ. അതുമാത്രമല്ല മറ്റ് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. മറ്റ് ഈ പെട്രോളിയം റിഫൈനറി ഉൽപ്പന്നങ്ങൾ അത് കയറ്റി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റൈൽസ്, അതുപോലെ മറ്റ് കെമിക്കൽസ്, പിന്നെ എഞ്ചിനീയറിംഗ് ഗുഡ്സ്, പിന്നെ ആഭരണങ്ങൾ,
ആഭരണങ്ങൾ ഒരു വലിയ പങ്കാണ്. അത് UAE-യിലേക്ക് അടക്കം തീർച്ചയായും അത് അജയ് വിശദീകരിക്കുന്നത് പോലെ തന്നെ കയറ്റുമതിയെ ബാധിക്കും, അങ്ങനെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ ബാധിക്കും. പിന്നെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന നമ്മുടെ ചൊല്ലുപോലെ എല്ലാത്തിൻ്റെയും വിലവർധനയ്ക്ക് ഒക്കെ വഴിവെക്കുന്ന സാഹചര്യം ഇതുമൂലം ഉണ്ടാകും എന്നതാണ്. അപ്പോൾ എവിടെ നടക്കുന്ന യുദ്ധമായാലും അത് ലോകത്തിന് നന്മയൊന്നും ബാക്കി വെക്കില്ല. അതുപോലെ തന്നെ നമുക്കും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാകും ഇതുമൂലം നേരിടേണ്ടി വരിക എന്നതാണ് നമ്മുടെ അനുഭവവും കണക്കുകളും സാഹചര്യങ്ങളും വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.